ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരസുദേവ് പുനിയൽ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ നാടൻ എന്താണ് എന്തോ അയില, മത്തി അങ്ങനത്തെയുള്ള കിളിമീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ചില കാരണങ്ങളാൽ ഞങ്ങൾക്കത് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ അച്ഛൻ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പം ഇച്ചിരി മീനോ കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയുള്ള ഫ്രഷ് ഫാമസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ്. അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് നോക്കാനായിട്ട്, ഏതൊക്കെ ടൈപ്പുള്ള മീനുണ്ടെന്ന്. അപ്പം മറ്റേത് ഇച്ചിരി വിലയൊക്കെ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇച്ചിരി കൊതിയോടെ നമ്മൾ ചെന്നതാണ്. പക്ഷേ ഇച്ചിരി വിലയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എന്തോ നമുക്കത് പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഇച്ചിരി സ്രാവോ നമ്മൾ അന്ന് മേടിച്ചു കൂട്ടുള്ള മീനോ വല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ, നമ്മുടെ ടേസ്റ്റുള്ള കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ടിങ്ങി പോകുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോലെ അന്നത്തെ കൂട്ടുകാരെ ഞാൻ എപ്പോഴും നിങ്ങൾ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കുറേ മുളകും തൈകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ചായൻ അതിനകത്തൊക്കെ കുറച്ച് പരന്ന് കണ്ടു. അച്ചായൻ നമ്മുടെ നാട്ടിലെ നീണ്ട പച്ചമുളകില്ലേ, അപ്പോൾ അത് കിട്ടുമെന്ന് അറിയാനായിട്ട്. പക്ഷേ എന്തായാലും അതൊന്നും ഇല്ലായിരുന്നു അതിനകത്ത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് ഇവിടുത്തെ അമേരിക്കൻസിൻ്റെ കടയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഓരോ എന്ത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ കാര്യങ്ങളാട്ടെ ഒരെണ്ണം പോലും നമുക്ക് പന്നൽ കാണത്തില്ല. എല്ലാം നല്ല കിടുക്കാച്ച സാധനമായിരിക്കും. അതിന് എന്ത് ഐറ്റം നമ്മൾ എടുത്താലും നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള പന്ന സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ഒരെണ്ണം പോലും കാണുന്നത് ജസ്റ്റ് ഒരു ചെറിയ തൊലി കറുത്ത സാധനം പോലും ഇവിടെ ഉണ്ടാകത്തില്ല. എല്ലാം സൂപ്പറായിരിക്കും. വേണ്ടേ, ഇതാണ് മീനിൻ്റെ സെഷനൊക്കെ. ഇവിടെ കുറേ മീനുകളൊക്കെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ മീനുകൾ ഈ ഇരിക്കുന്നത് നമ്മുടെ തെരണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടിച്ച് വെച്ചേപ്പുണ്ട്. പിന്നെ നാട്ടിലെ മറ്റേ കട്ട്ള കൂട്ടുള്ള ആ മീനൊക്കെ അത് ഇവിടെയും ഉണ്ട്. അതിന് ഇച്ചിരിയൊക്കെ ചീപ്പ് റേറ്റ് ഉണ്ട്. $2 $3 ഉള്ളൂ പെർ LB. ഈ LB എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ഒരു 400 സംതിങ് ഗ്രാം, അത് 1 കിലോ പോലും വരുന്നില്ല കേട്ടോ. നിങ്ങളത് ഓർത്തോളുക. അപ്പോൾ ഇവിടെ അങ്ങനെ പല പല ടൈപ്പ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കിടക്കുന്നതാണ് നമ്മൾ അന്ന് മേടിച്ച മീൻ കേട്ടോ. അത് അടിപൊളി ടേസ്റ്റി മീനാണ്. അത് സൂപ്പർ മീനാണ്. പാമ്പനോ, അത് സൂപ്പർ മീനായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ കുറച്ച് മേടിക്കാമെന്ന് വെച്ച് ഇച്ചിരി ബൾക്കായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പറഞ്ഞ കാര്യമില്ലല്ലോ. പിന്നെ തെരണ്ടി മേടിക്കണമെന്നുണ്ട്. ഇതിൻ്റെ കൺഫ്യൂഷനിലാണ്. തെരണ്ടി മേടിക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. പിന്നെ ഇത് കുറേ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഇവിടുത്തെ ടൈപ്പ് മീനുകൾ എന്തൊക്കെയാണ്. പിന്നെ കൊഞ്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. കുറേ കൊഞ്ചുണ്ട്. കൊഞ്ച് പിന്നെ ഞാൻ മേടിക്കാൻ പോയില്ല. കാരണം ചേച്ചി തുമ്മലിൻ്റെ അസ്ഥിരത ഉള്ളതുകൊണ്ട് ഞാൻ കൊഞ്ച് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ കൊഞ്ച് എന്നിട്ട് കൈവെക്കാൻ പോയില്ല. പിന്നെ ഇവിടെ അതെല്ലാം നമ്മുടെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന മീൻ. ഈ കണ്ട അതാണ് സ്രാവ്. കണ്ടോ, ആ ചുമലയല്ല, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് സ്രാവ്. അപ്പോൾ നമ്മൾ സ്രാവ് മേടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ അന്ന് ഇല്ലേ മെറ്റെടുത്ത് പോയപ്പോൾ കൊഞ്ച് കുറച്ച് ലാഭത്തിന് കിട്ടി. പക്ഷേ ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് $5 വരുന്നുള്ളൂ കൊഞ്ചിന്. അതൊരു മാന്യമായ റേറ്റൊക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു മാന്യമായ റേറ്റൊക്കെയാണ് ഇവിടെയും റേറ്റ്. ഇത് നമ്മുടെ മത്തിയാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിലെ മത്തിയാണ്. പക്ഷേ ആ മത്തിക്ക് ഇവിടെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിലേക്കും കൈവെക്കാൻ പോയില്ല. പിന്നെ അവിടെ കണ്ട സ്ഥിതിക്ക് ഇതൊക്കെ കണ്ടോ, അവിടെ ചിക്കന് പോർക്ക് ഇതെന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ നേരെ ഗ്രില്ല് ചെയ്യുക. എനിക്ക് പക്ഷേ ഇതൊക്കെ ഈ കാല് റിബ് ഒക്കെ നമ്മൾ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇരിക്കുന്ന ചിക്കന് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ എടുക്കുക, കൊണ്ടില്ല, ഗ്രില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അസലായൊരു മൂത്രശങ്ക. പക്ഷേ അവിടെയൊക്കെ ബാത്റൂം നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇനിയിപ്പോൾ എന്നാ ചെയ്യുക. അപ്പോൾ അച്ചായൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അടുത്ത എമ്മണ്ടൻ ഒരു വാൾമാർട്ട് ഉണ്ട്, നമുക്ക് അങ്ങോട്ടങ്ങ് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ ഞങ്ങൾ വാൾമാർട്ട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അപ്പോൾ വാൾമാർട്ടിൽ പോയി ഒന്ന് മുള്ളിയിട്ട് നമുക്ക് തിരിച്ച് പോവാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാൾമാർട്ടിലേക്ക് കയറുകയാണ്. ഇല്ലേ, വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. ആ ഷോപ്പിൽ ബാത്റൂമൊന്നും കണ്ടില്ല. അപ്പോൾ വേറെ ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ചാടി കയറുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ വാൾമാർട്ട്. അപ്പം ദൈവം സഹായിച്ച് അവിടെ ഇതിനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോവാം. നമ്മൾ ഈ കാണുന്നതിനാണ് നമ്മുടെ ചിക്കാഗോയിലെ ആദ്യത്തെ മലയാളി കട, P&B ഏഷ്യൻ ഫുഡ്സ്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മലയാളി കട എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിന് ശേഷമാണ് ബാക്കി കടകളെല്ലാം ഇവിടെ വന്നത്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ മലയാളി കട. അപ്പം നമ്മൾ വാൾമാർട്ടിലേക്ക് കയറുകയാണ്. എന്തായാലും കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ബാത്റൂം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിശക്തമായിട്ട് ഓടുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാത്റൂമിൽ കയറുക, നമ്മുടെ ശങ്കകൾ തീർക്കുക, അതാണ് ലക്ഷ്യം. നമ്മളങ്ങനെ ബാത്റൂം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ്, വലിയ തിരക്കൊന്നുമില്ല, അതിവിശാലമായ ബാത്റൂമാണ്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ സാധിക്കുന്നതിലേക്ക് കിടക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങാൻ നേരത്തെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞത്, എല്ലാ വാൾമാർട്ടിലും ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഏരിയ കാണും. എല്ലാ വാൾമാർട്ടിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അവിടെ നോർമൽ റേറ്റിനേക്കാളും വളരെയധികം വിലക്കുറവിലായിരിക്കും അവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം വന്നപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് കയറിയാണ്. കുറേ ബൾബുകൾ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസ്, ഇതെല്ലാം ക്ലിയറൻസ് സെയിലാണ് കേട്ടോ. ഇതെല്ലാം ഇരിക്കുന്നത്, അതായത്
ഇപ്പോൾ $10 ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ $5 $6 നമുക്ക് ഇവിടുന്ന് ആ സാധനം കിട്ടും. അതുകൊണ്ട് നമ്മളെ സെല്ലോ ടൈപ്പ് കാര്യങ്ങളെല്ലാം പല പല റേറ്റിൻ്റെ പല പല വിധത്തിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് കാണാമെന്ന് വെച്ചു. അതൊക്കെ കൂടെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അങ്ങനെ പല പല ഐറ്റംസ് അപ്പുറത്തും ഇപ്പുറത്തെ കുറേ ബൾബൊക്കെ ബൾക്കായിട്ട് ഇരിപ്പുണ്ട്, ട്രോളികളൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ടായിരിക്കുന്നതൊക്കെ ട്രോളിയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ബാക്കിയുള്ളിടത്ത് നമ്മളതിൻ്റെ ഒറിജിനൽ പ്രൈസ് നോക്കുമ്പോഴൊക്കെ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ന്യായമായ വിലയ്ക്ക് നമുക്ക് ഇച്ചിരി ലാഭത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വൈഫൈ ലൈറ്റോ ബ്ലൂടൂത്ത് ബൾബ് അങ്ങനത്തെ ഒക്കെ പല പല ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് അങ്ങനത്തെ നമ്മുടെ സൗണ്ട് അനുസരിച്ച് കത്തും, വൈഫൈ അനുസരിച്ച് കത്തും, അങ്ങനെ പല ടൈപ്പ് ഉള്ള ബൾബുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ന്യായമായിട്ടുള്ള റേറ്റാണ്. ഇത് ഓഫർ പ്രൈസാണ്. ഇത് ഈ സാധനങ്ങൾ പെട്ടെന്ന് വിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർക്ക് ക്ലിയറൻസ് സെയിലിന് വെച്ചേക്കുക. ചിലപ്പം പറഞ്ഞാൽ അടിപൊളി പെർഫ്യൂമൊക്കെ വരുന്നു, പക്ഷേ അതൊക്കെ വെക്കുമ്പോഴേ ആമ്പുള്ളർ അടിച്ചുകൊണ്ട് പോകും. എന്തായാലും നമ്മൾ ഇന്ന് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ കണ്ടില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇതെല്ലാം കണ്ട് അപ്പോൾ നമ്മളതിന് പതുക്കെ പോകാമെന്ന് വെച്ച് പോകാനിറങ്ങിയപ്പോഴാണ് അച്ഛനൊരു ഐഡിയ പറഞ്ഞത്. ഇവിടെ നമ്മുടെ അമേരിക്കയിൽ മലയാളികളെ അല്ലെങ്കിൽ മലയാളികളുടെ വീട് കണ്ടാൽ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം, അത് അച്ചായം പറയുന്നത് നമുക്ക് കേൾക്കാം. ശരിപ്പായിരിക്കും അതൊക്കെ. ഒന്ന് പുറത്ത് ചെരുപ്പുണ്ടെങ്കിൽ, 2 ടൊയോട്ടയുടെ വണ്ടി ഫ്രണ്ടിലുണ്ടെങ്കിൽ, 3 പുറകിൽ എവിടെയെങ്കിലും ഒരു അയ കെട്ടിയിട്ടുണ്ടെങ്കിൽ, 4 കൊട ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി എല്ലാ ഇന്ത്യക്കാരൻ്റെ വീട് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ത്യക്കാരുടെ വീട് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഐഡിയ. അപ്പോൾ ഞങ്ങൾക്ക് കലശലായൊരു വിശപ്പ് തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഒരു കാര്യം ചെയ്യും, മാക്ഡൊണാൾഡ്സിൽ കയറാം. ഞാൻ ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് മാക്ഡൊണാൾഡ്സിൽ കയറുന്നത്. 2 ബർഗറും അടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ പതുക്കെ അടുത്ത് കണ്ടൊരു ഇവിടെ അടുത്താണ് അച്ചാൻ്റെ വീട്. അതുകൊണ്ട് അച്ചാൻ ഈ സ്ഥലങ്ങളെല്ലാം നല്ല പരിചിതമാണ്. അപ്പം ഞങ്ങൾ പതുക്കെ മാക്ഡൊണാൾഡ്സിലോട്ട് കയറുകയാണ്. വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് സ്ഥലം തപ്പി നോക്കുകയാണ്. സ്ഥലം തപ്പി പതുക്കെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. 2 ബർഗർ അടിക്കാമെന്ന് വെച്ച് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് കയറാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്കിങ്ങിന് നല്ലൊരു സ്ഥലമൊക്കെ കിട്ടി. നമ്മൾ ശേഷം അകത്തേക്ക് കയറുകയാണ്. മാക്ഡൊണാൾഡ്സ് ഇതാണ് അതിൻ്റെ ഇവിടുത്തെ ഒരു ഷോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല, ഇവിടെ എല്ലാം നമ്മൾ സെൽഫാണ് കേട്ടോ പരിപാടി. അതായത് അവിടെ ഒരു സ്ക്രീനുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, സോറി. അവിടെ ഒരു സ്ക്രീനുണ്ട്. നമ്മൾ അതിനകത്ത് തന്നെ എൻട്രി എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് വേണോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അതിനകത്തുണ്ട്. അത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അവിടെ ഒരു ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ കാണുന്ന സ്ക്രീനാണ് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ ഞാനത് എടുക്കാൻ വിട്ടുപോയി. അതുപോലെ 2-3 സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ എൻ്റർ ചെയ്ത് നമ്മൾ ഇവിടെ നിന്നാണോ കഴിക്കുന്നത്, കൊണ്ടുപോവാണോ എന്നൊക്കെ ചോദിക്കുക. ഇവിടെ നിന്നാണ് കഴിക്കുന്നെങ്കിൽ ഇതുപോലെ ഒരു സംഭവമുണ്ട്, ഒരു പ്ലേറ്റ് ഒരു സാധനം തരും, നമ്പറാണ് 53, 54 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നമ്പറാണ്. ആ നമ്പർ നമ്മുടെ ടേബിളിൻ്റെ മേളിൽ വെക്കുക. അവരവിടെ കൊണ്ട് ഇതുപോലെ അടിപൊളി സാധനം നമുക്ക് തരുന്നതായിരിക്കും. കണ്ടില്ലേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.